ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല. മോളെ അത് എടപിള്ളേ ഇത് പിടി, എന്നിട്ട് ആ സാധനം എടുത്തോ. എന്നാ പോ. ശരി ശരി. അതൊക്കെ എത്രയായി? 100 രൂപ. വാ മോളെ. നീ എന്താ ഈ സമയത്ത് ഓഫീസിൽ പോണ്ടേ? അത് ഞാൻ ഇന്ന് ലീവാ. സത്യാമ്മയോട് പറഞ്ഞിട്ടാണോ വന്നത്? നീ ഇവളെ കൊണ്ടേ കടത്ത് ചെല്ല. എലിജി, വാ വിളിച്ചേ. എന്താടി, എന്താ ഉണ്ടായേ? എനിക്കിനി തിരിച്ചങ്ങോട്ട് പോകണമെന്നില്ലമ്മേ. തിരിച്ചു പോണോന്നില്ലെന്നോ? നാളെ അവിടെ ആഘോഷിക്കുന്നത് വെറും ഒരു വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല, പരസ്പരം മാലയിട്ടുകൊണ്ടുള്ള ചെറിയൊരു കല്യാണം തന്നെയാണ് നടത്താൻ പോകുന്നത്. വിഷ്ണുവേട്ടനെ മനസ്സിലിരുത്തിക്കൊണ്ട് ഞാൻ എങ്ങനെയാ അമ്മ ആ ചടങ്ങിന് നിൽക്കുന്നേ? എനിക്കതിന് സാധിക്കില്ല. ഇല്ലെങ്കിൽ നിന്ന നിപ്പില് ഞാൻ അങ്ങ് ചാവണം. മോളെ, എടി സത്യാമ്മ എന്താ പറയുന്നേ? രാഘവേട്ടനാണെങ്കിൽ രോഗാവസ്ഥയെ പറയുന്നതാണെന്ന് പറയാം. പക്ഷെ സത്യാമ്മയ്ക്ക് ഈ ചടങ്ങിനെ എതിർക്കാലോ. അച്ഛന്റെ വാശിക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക എല്ലാവരും. ഏതെങ്കിലും രീതിയിൽ ഇത് മുടക്കാമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എങ്ങനെ മുടക്കുമെന്ന് മാത്രം ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും അച്ഛന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ അങ്ങ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ എങ്ങനെയാ അമ്മേ അത് കണ്ടുകൊണ്ട് നിൽക്കുക? എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ വിഷ്ണുവേട്ടൻ. ആ സ്ഥാനത്ത് മറ്റൊരാളുടെ പേര് അറിയാതെ പോലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. ഞാൻ നാളെ മറ്റൊരാളുടെ മുന്നിൽ അയാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന് പറയുമ്പോ അത് ഞാൻ മരിക്കുന്നതിന് തുല്യമായിട്ട് അമ്മ എനിക്ക് തോന്നുന്നു. ഇല്ല, എനിക്കൊരിക്കലും അങ്ങനെ ഒരു നാടകത്തിന് കൂട്ടു നിൽക്കാനാവില്ല. ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല. എന്ത് സഹിക്കും, വേണമെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കാനും തയ്യാറാ. പക്ഷെ എന്റെ വിഷ്ണുവേട്ടനെ തള്ളി പറയാനോ കൊച്ചാക്കാനോ എന്നെ കിട്ടില്ല. അതിനെനിക്ക് കഴിയില്ല. ഞാൻ അത്രയധികം എന്റെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ആളാ വിഷ്ണുവേട്ടൻ. മോളിങ്ങനെ അവിടെ നിന്ന് മാറിയെന്ന അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ ചെല്ലൂ. രാഘവേട്ടന് മാത്രമല്ലേ കാര്യങ്ങൾ അറിയാത്തത്, ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ അറിയാലോ. എന്നുവെച്ച് അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നേ? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്റെ ഇഷ്ടങ്ങളും എന്റെ നിലപാടുകളും എന്റെ വിശ്വാസങ്ങളും എല്ലാം ഞാൻ മറക്കണമെന്നാണോ? അങ്ങനെയല്ല അമ്മ. അമ്മ, ഞാനൊരു മനുഷ്യ സ്ത്രീയാ. എന്റെ ഉള്ളിലും ഉണ്ട് ഞാൻ മനസ്സിൽ മായാതെ കൊണ്ട് നടക്കുന്ന നല്ല ഓർമ്മകളും ചിന്തകളും. എനിക്കതുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോയാലേ പറ്റൂ. കാരണം ആ ഓർമ്മകളാമ്മേ എന്റെ ജീവവായു. എന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതും ആ ഓർമ്മകൾ തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല. മോളെ, അത്
ആ മോളിവിടെ ഉണ്ടായിരുന്നോ? രാഘവേട്ടൻ എടോ ഒന്ന് വെയിറ്റ് ചെയ്യണം, നമുക്കിപ്പോ തന്നെ പാളവാ. ആ ആ ആ കേറി ഇരിക്കാനൊന്നും പറയണ്ട, അതിനുള്ള സമയമൊന്നുമില്ല. മാത്രമല്ല ചെന്നിട്ടേ ഒരുപാട് പണികളുള്ളതാ. രാഘവേട്ട, ഈ ആഘോഷമൊക്കെ വേണോ? ക്ഷേത്രത്തില് വിഷ്ണുവിന്റെ ശാലിനിയുടെയും പേരിൽ എന്തെങ്കിലും ഒരു വഴിപാട് കഴിപ്പിച്ചാ പോരെ? ഇങ്ങനെ ഗംഭീരമാക്കേണ്ട കാര്യമുണ്ടോ? ഇതെന്റെ ഒരു ആഗ്രഹം ശാരദാമേ. അടുത്ത ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവൂലെന്നേ എനിക്ക് ചെറിയൊരു സിഗ്നൽ കിട്ടിയേ. കിട്ടിയതേ അന്ന് യമലോകത്തുനിന്നാ. സംഗതി സത്യാന്ന് എന്റെ രോഗാവസ്ഥ എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ വിഷ്ണുവിന്റെ ശാലിനിയുടെയും ജീവിതം ഒന്നിച്ച കാലം മുതലേ അവർക്ക് രണ്ടുപേർക്ക് കഷ്ടകാലമാ. അതൊന്നും മാറി എന്റെ കുട്ടികൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടിട്ടേ എനിക്കങ്ങ് മരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടേ. ഈ ചടങ്ങോടുകൂടി അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നേ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാ എത്ര കഷ്ടപ്പെട്ടാലും ശരി ഞാനും നടത്തുമെന്ന് പറയുന്നേ. ആരൊക്കെ എതിർത്താലും ശരി ഞാനും നടത്തും. കാരണമേ ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാ. അച്ഛാ, നാളെ എനിക്ക് ഒഴിവാക്കാനാവാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ എങ്ങനെ അതൊക്കെ ഒഴിവാക്കി ഈ ഒരു ചടങ്ങിന് നിൽക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാനത് സംസാരിക്കാൻ വേണ്ടിയാ അമ്മയുടെ അടുത്തേക്ക് വന്നതും. ജോലിയുടെ കാര്യമല്ലേ, അങ്ങനെ എന്തെങ്കിലും അർത്ഥമുറിച്ച് പറയാനും പറ്റില്ലല്ലോ. അത് ശരിയാ, ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാ എല്ലാവർക്കും ഉള്ളതേ. എനിക്കും ഇതങ്ങനെ തന്നെ. എനിക്കിതങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. ഒഴിവാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ച പിന്നെ അച്ഛനെ ആ വീട്ടിൽ ആരും കാണത്തൂല്ല. ശാരദാമ്മേ, ഞാൻ വന്നതേ നാളത്തെ ആ ഭക്ഷണത്തിന്റെ കാര്യം പറയാനാ. ഒരു 19 പേർക്ക് നാളെ ഭക്ഷണം വേണം. 50 പേർക്കോ? പിന്നെ നിസ്സാര കാര്യം തന്നു ശാരദാമ്മ വിചാരിച്ചേക്കുന്നേ. പപ്പടം, പഴം, പായസം. പായസം തന്നെ 3 തരം. രാഘവേട്ട, അത് ഒരു 12 മണിയൊക്കെ ആകുമ്പോ എത്തിച്ചാ മതിയെന്നേ. അതുകൊണ്ടല്ല, മൂത്തവള് ശാരീരിക സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവിടുന്ന് വരാൻ സാധിക്കൂല.